നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തിക്കും. പാസ്പോർട്ടും വിസയും റദ്ദാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ബന്ധുക്കൾ. യുവാവിന്റെ തിരോധാനം അന്വേഷണം ഊർജിതമാക്കണമെന്ന് ബന്ധുക്കൾ. പത്തനാപുരം സ്വദേശി നിശാന്തിനെയാണ് കഴിഞ്ഞ 6 ദിവസമായി കാണാനില്ലാത്തത്. പുനലൂർ നഗരസഭയിൽ ഇലക്ട്രോണിക് മാലിന്യ ശേഖരണത്തിന് തുടക്കം. 44 ഇനം ഇ മാലിന്യമാണ് ശേഖരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. കൊല്ലം നിലമേലിൽ തെരുവനായ ആക്രമണം. 4 പേർക്ക് പരിക്ക്. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കുമാണ് നായയുടെ കടിയേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തിക്കും. പാസ്പോർട്ടും വിസയും റദ്ദാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. അതുല്യയുടെ ഫോറൻസിക് പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ആത്മഹത്യയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുല്യയുടെ ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സഹോദരി അഖില ഷാർജ പോലീസിൽ പരാതി നൽകിയിരുന്നു. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. ഈ മാസം 19-നാണ് അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ താൻ അതുല്യയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി. അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനത്തിന്റെ തെളിവുകളുമുണ്ട്. സതീഷ് സ്ഥിരം മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ആദിക്കാട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറിനാട്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ ഇടപെട്ട UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ആദിക്കാട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരും നേതാക്കന്മാരും എല്ലാം കൂടി പോയി മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചു. നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഗാന്ധിയല്ല, ലോകത്തെ ഏതാളുടെ ആണെങ്കിലും പ്രതിമ കണ്ണൂരിൽ സ്ഥാപിക്കണമെങ്കിൽ ഞങ്ങളുടെ തീട്ടൂരം വേണം എന്നാണ് പറഞ്ഞത്. ആ പ്രതിമ ഇന്നും അതുപോലെ അവിടെ നിൽപ്പുണ്ട്. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും നമ്മുടെ നേതാക്കന്മാരും കണ്ണൂരിൽ പാർട്ടി ഗ്രാമത്തിൽ CPM നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി വെല്ലുവിളിച്ച് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞങ്ങൾ നിൽക്കുമ്പോഴല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടെങ്കിലും ഈ പ്രതിമയെ തൊടാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ച് ചോദിച്ചിട്ട് ഇന്നുവരെ ഗാന്ധി പ്രതിമയ്ക്ക് കണ്ണൂരിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജീവ് പൈനുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ദിലീപ് ഖാൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഹാരിസ് ബീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി നൂർനാട്, രാജൻ പൈനുമൂട്, മനോജ് സി ശേഖർ, G ഹരിപ്രകാശ്, S അൻസാരി, PB അബു, റഫീഖ് റുഫായി, ഷീജ ഷാജി, മുജീർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S അൻസാരിയെ വിളിക്കുകയും അദ്ദേഹം അടൂർ നിൽക്കുകയാണ്, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയുകയും ഈ സംഭവ സ്ഥലത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ഇരുജനം നാട്ടുകാർ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം പോയി ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് പൂട്ടിയിട്ടേക്കുന്നത്? അവർക്ക് തുറന്നു കൊടുക്ക്. ആ പാവപ്പെട്ട ആ സ്ത്രീയും ആ 2 കുട്ടികളും മഴയത്ത് നിൽക്കുമല്ലേ, കോരിച്ചൊരിയുന്ന മഴയല്ലേ, നീ ആരാടാ ചോദിക്കാൻ? ഇവിടെ ഞങ്ങളുണ്ട് കാര്യം നടത്താൻ എന്ന് വളരെ ധിക്കാരമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് തള്ളുകയും നമ്മുടെ
പുറകോട്ട് കൊണ്ടുപോയി കഴിയുക അദ്ദേഹത്തെ ഭീകരമായിട്ട് മർദ്ദിക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കുന്നത്. സമ്മേളനത്തിന് മുമ്പ് പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കൊല്ലം നിലമേലിൽ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കുമാണ് നായയുടെ കടിയേറ്റത്. ഇവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പട്ടി ഓടിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കാനുള്ള പരിപാടി തന്നെയാണോ? കൊല്ലം നിലമേലിലാണ് തെരുവുനായ ആക്രമണത്തിൽ 4ഓളം പേർക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കും നായയുടെ കടിയേറ്റു. കടിയേറ്റവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം രൂക്ഷമായി വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഇതിനെതിരെ പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു. വിവിധ പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കളെ വാഹനങ്ങളിൽ കൊണ്ടുവിടുന്നതായും പരാതി ഉയർന്നു വരുന്നുണ്ട്. തെരുവുനായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വലുതാണ്. റോഡ് സൈഡിൽ. എത്ര മണിക്കായിരുന്നു? രാവിലെ 5 മണിയാകും. അത് പട്ടിയെ തല്ലി കൊന്നു? ഇല്ല, അത് കഴിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ നമുക്ക് വേറൊന്നിനുള്ള സമയം ഇല്ലല്ലോ. എത്ര പേരെ കടിച്ചു? അവിടെ തന്നെ 3-4 പേരെ കടിച്ചു. അതായിട്ടാണ് അറിയുന്നത്. എത്ര? 3-4 പേരെ അവിടെ തന്നെ കടിച്ചു. പിന്നെ നിലമേല് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയും 2 പേരെ കടിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ നഗരസഭയിൽ ഇലക്ട്രോണിക് മാലിന്യ ശേഖരണത്തിന് തുടക്കമായി. മാലിന്യത്തിന്റെ തൂക്കമനുസരിച്ച് നിശ്ചിത വിലയും ലഭിക്കും. 44 ഇനം ഈ മാലിന്യമാണ് ശേഖരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ മാലിന്യം പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഭരിച്ച ശേഷം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. പുനലൂർ നഗരസഭയിൽ ഇലക്ട്രോണിക് മാലിന്യ ശേഖരണത്തിന് തുടക്കമായി. ഹരിതകർമ്മസേന വഴിയാണ് ശേഖരണം. മാലിന്യത്തിന്റെ തൂക്കമനുസരിച്ച് നിശ്ചിത വിലയും ഇനി മുതൽ ലഭിക്കും. നഗരസഭാ കാര്യാലയത്തിലെയും പൊതുസ്ഥാപനങ്ങളിലെയും മാലിന്യം ശേഖരിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ചയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വരും ദിവസങ്ങളിൽ ഓരോ വാർഡിലെയും വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ചു തുടങ്ങും. ഇതിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള പ്രചരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ആപത്കരമല്ലാത്ത ഈ മാലിന്യമാണ് ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്നത്. CRT ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഫാനുകൾ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും തുടങ്ങി 44 ഇനങ്ങളാണ് ശേഖരിക്കുന്നത്. ഇവയ്ക്ക് കിലോഗ്രാം നിരക്കിൽ നൽകാവുന്ന തുകയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇതേസമയം പിക്ചർ ട്യൂബുകൾ, പൊട്ടിയ പഴയ TV. സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ടീമുകൾക്ക് വിജയം. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരം നടത്തിയത്. 14 ജില്ലയിൽ നിന്ന് ഏകദേശം 500 പരം കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ഗ്രാസ്റൂട്ടുള്ള ഒരു മത്സരമാണ്. ഇതിൽ നടക്കുന്ന ടീമാണ് ദേശീയ തലത്തിൽ കേരളത്തോട് പ്രതികരിക്കുന്നത്. അപ്പോൾ തന്നെ കൊല്ലത്തെ സമയം 28 വർഷത്തിന് ശേഷമാണ് ഒരു കൊല്ലത്തേക്ക് ഒരു പുസ്തക മത്സരം കടന്നു വരുന്നത്. മികച്ച കുട്ടികളുടെ ഒരു പോരാട്ട വീര്യം നന്നായി തന്നെ ഈ ടൂറിൽ കാണുന്നുണ്ട്. ചവറയിൽ നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ടീമുകൾക്ക് വിജയം. 1-നെതിരെ 6 ഗോളുകൾക്കാണ് എറണാകുളം കാസർഗോഡിനെ പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ മത്സരത്തിൽ ഇടുക്കിയെ എതിരില്ലാത്ത 12 ഗോളുകൾക്ക് കോഴിക്കോട് പരാജയപ്പെടുത്തി. 1-നെതിരെ 3 ഗോളുകൾക്ക് പത്തനംതിട്ട കാസർഗോഡിനെയും എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഇടുക്കിയെ കൊല്ലവും തുടർന്നുള്ള മത്സരങ്ങളിൽ പരാജയപ്പെടുത്തി. കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വളരെ ഭംഗിയായിട്ട് ഈ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിലവരെ അഭിനന്ദിക്കുന്നു. കേരള ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുകൾ ചാമ്പ്യൻഷിപ്പുകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള രീതിയിൽ അവർ ടൂർണമെൻറ്റ് നടത്തി എടുക്കുമ്പോൾ ഞങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട്. കേരളത്തിലെ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് ഈ മത്സരങ്ങൾ ഒരു പുതുജീവൻ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാവേലിക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ബിഷ്ണു സർക്കാരാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 2.080 ഗ്രാം ബ്രൗൺ ഷുഗറും 23 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം.
മാവേലിക്കര സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ വിഷ്ണു സർക്കാർ എന്ന യുവാവാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 2.08 ഗ്രാം ബ്രൗൺ ഷുഗർ, 23 ഗ്രാം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, കായംകുളം. മുഖത്തല ബ്ലോക്ക് ക്ഷീരസംഗമം നടത്തി. നല്ലില ക്ഷീരസഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. കന്നുകാലി പ്രദർശനം, ക്ഷീരകർഷക സെമിനാർ, ഗോരക്ഷ ക്യാമ്പ്, ഡയറി എക്സിബിഷൻ എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ബ്ലോക്കിലെ മികച്ച ക്ഷീരസംഘങ്ങളെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. നല്ലില ക്ഷീരസഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മുഖത്തല ബ്ലോക്ക് ക്ഷീരസംഗമം നടത്തിയത്. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീടുകളിൽ പിഴിയുന്ന പാല് തന്നെ തൊട്ടടുത്ത വീടുകളിലേക്ക് പോകുന്നു. നമ്മുടെ ക്ഷീരസംഘത്തിലെത്തുന്ന പാലും അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. ബാലൻസ് വരുന്ന പാല് മാത്രമാണ് കേരളത്തിൽ മിൽമയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കണക്ക് ഞങ്ങളിപ്പോൾ എടുക്കുന്നുണ്ട്. വലിയ അന്തരമാണ് ചില ജില്ലകളിൽ ഞങ്ങൾ എടുത്തു നോക്കിയപ്പോൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ ആഭ്യന്തര ഉൽപാദനം ഇത്രയധികം പാലിൽ വർദ്ധിപ്പിച്ചത്. നമ്മുടെ തന്നെ എത്രയോ നമുക്ക് പശുക്കളെ വളർത്തുന്ന ഫാമുകൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ വകുപ്പിന് തന്നെയുണ്ട്. 1000-2000 ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന ഫാമുകളാണ്. അതെല്ലാം ഫ്രഷ് പാലെന്ന നിലയ്ക്ക് അപ്പോഴപ്പോഴും വിപണനം നടത്തുന്ന തരത്തിലേക്ക് അത് പോകുകയാണ്. 100 പശുക്കളുടെ 50 പശുക്കളുടെ ഒക്കെ തന്നെ വലിയ ശേഖരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ പാലൊന്നും നമ്മുടെ ക്ഷീരസംഘം വഴി നമ്മുടെ മിൽമയ്ക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഇന്ത്യയിൽ നിന്നെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ന് കാർഷിക മേഖലകളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ക്ഷീരോത്പാദന രംഗത്ത് നമ്മുടെ രാജ്യം മുൻപന്തിയിൽ വരുമ്പോൾ ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം നമുക്കറിയാം ഈ ക്ഷീര മേഖലകളിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത് എന്ന് സൂചിപ്പിച്ചത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. നല്ലില ക്ഷീരസംഘം പ്രസിഡന്റ് T മനുകുമാർ സ്വാഗതം പറഞ്ഞു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, KCMMF ഡയറക്ടർ ബോർഡ് അംഗം KR മോഹനൻ പിള്ള, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഗിരിജകുമാരി, മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് J ഷാഹിദ, ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സെൽവി, പ്രിജി ശശിധരൻ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധാകരൻ നായർ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ കുളപ്പാടം, ഫറൂഖ് നിസാർ, K സതീശൻ, K ഷീല, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത BS, ഷീല മനോഹരൻ, ഹാഷിമെ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം, ക്ഷീരകർഷക സെമിനാർ, ഗോരക്ഷ ക്യാമ്പ്, ഡയറി എക്സിബിഷൻ എന്നിവയെ സംഘടിപ്പിച്ചു. ബ്ലോക്കിലെ മികച്ച ക്ഷീരസംഘങ്ങളെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂരിലെ ഇരട്ട കൊലപാതകം കേസിൽ പ്രതി തമിഴ്നാട് തെങ്കാശി സ്വദേശി ശങ്കറിന് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് PM വിനോദിന്റേതാണ് വിധി. പുനലൂർ സ്വദേശികളായ ഇന്ദിരയെയും ബാബുവിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 2023 ഏപ്രിൽ 18 രാത്രിയായിരുന്നു കൊലപാതകം നടന്നത്. ശങ്കർ വർഷങ്ങളായി പുനലൂരിൽ താമസിച്ചു വരികയായിരുന്നു. സംഭവത്തിന് 2 വർഷം മുമ്പ് 2021 പൂയപ്പള്ളി മരുതുമൺ സ്വദേശി ശാന്തയെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. കൊലപാതക ദിവസം രാവിലെയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. കേസിന്റെ കുറ്റപത്രം ഇങ്ങനെയായിരുന്നു. മുൻപരിചയമുള്ള ഇന്ദിരയുടെ കുടിലേക്ക് എത്തിയ പ്രതി ആദ്യം മദ്യം വാങ്ങിപ്പിക്കുകയും അവരുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തു. മദ്യപാനത്തിനിടയിൽ പ്രതി ഇന്ദിരയെ കടന്നുപിടിക്കുകയും ഇതെതിർത്ത ഇന്ദിരയെ ചവിട്ടി തറയിലിടുകയും തുടർന്ന് അരകല്ലുകൊണ്ട് തലയിലടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ബാബുവിനെ ഇന്റർലോക്ക് കട്ടകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകത്തിന് ശേഷം ഇയാൾ പുനലൂരിൽ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രദേശത്ത് ദുർഗന്ധം വന്നതോടെ സമീപത്തെ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. സംഭവം കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തുടർന്നാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. പുനലൂർ CI ആയിരുന്ന രാജേഷ് കുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 48 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. 51ഓളം രേഖകളും ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സിസിൻജി മുണ്ടക്കൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാവേലിക്കരയിൽ പൊതുശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യം. ഏകദിന ഉപവാസ സമരവുമായി സാമൂഹ്യ പ്രവർത്തകൻ UR മനു. ശവപ്പെട്ടിയിൽ കിടന്നാണ് മനുവിന്റെ പ്രതിഷേധം. 2008-ൽ 14 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കണ്ടിയൂർ കാളച്ചന്തയിൽ ശ്മശാനം നിർമ്മിച്ചത്. 7 സംസ്കാരങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് ഇത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം.
മാവേലിക്കര നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം അടിയന്തരമായി തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യുവാവിന്റെ നിരാഹാര സമരം. പോർട്ടബിൾ ഫർണസ് സ്ഥാപിക്കുക, കണ്ടിയൂർ കാളച്ചന്തയിൽ ആധുനിക ശ്മശാനം നടപ്പാക്കുക, മാവേലിക്കര നഗരസഭാ കൗൺസിൽ പൊതുജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, നിലവിലുള്ള ശ്മശാനം തുറന്നു പ്രവർത്തിക്കുമെന്ന് നഗരസഭാ കൗൺസിൽ പറഞ്ഞ പാഴ്വാക്കുകൾക്ക് നഗരസഭ ജനങ്ങളോട് മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സാമൂഹ്യ പ്രവർത്തകനായ UR മനു നഗരസഭയ്ക്ക് മുന്നിൽ ശവപ്പെട്ടിയിൽ കിടന്ന് ഏകദിന സൂചനാ സമരം നടത്തിയത്. ശ്മശാനം 18 വർഷക്കാലമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. 2008 ഉദ്ഘാടനം കഴിഞ്ഞ ശ്മശാനം കേവലം വിരലിലെണ്ണാവുന്ന മൃതശരീരങ്ങൾ മാത്രം സംസ്കരിക്കുകയും തകരാറിലായതിനെ തുടർന്ന് പ്രവർത്തിക്കാതിരിക്കുകയുമായിരുന്നു. അതിനുശേഷം നിരവധി തവണ ഈ ശ്മശാനത്തിന് വേണ്ടി നഗരസഭ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഈ പണം ചെലവഴിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും ഈ ശ്മശാനം പ്രവർത്തിച്ച് പിന്നീട് നഗരവാസികൾ ആരും കണ്ടിട്ടില്ല. ഭൂരഹിതരും പരിമിത ഭൂമിയുള്ളവരും അനേകമുള്ള മാവേലിക്കരയിൽ വലിയ ദുരിതത്തിലാണ് അവർ കഴിയുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ മരിച്ച ഒരു വയോധികൻ്റെ മൃതശരീരം തിരുവല്ലയിലെ ക്രിമിറ്റോറിയത്തിലാണ് കൊണ്ട് സംസ്കരിക്കേണ്ടി വന്നത്. അതിനു മുൻപുണ്ടായ നിരവധി സംഭവങ്ങൾ വളരെ ദാരുണമാണ്. മാവേലിക്കര നഗരസഭയുടെ കണ്ടിയൂർ കാളച്ചന്തയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിമിറ്റോറിയം 2008 14 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത്. 7 സംസ്കാരങ്ങൾ മാത്രമാണ് ക്രിമിറ്റോറിയത്തിൽ നടന്നത്. പിന്നീട് ഇതിന്റെ പ്രവർത്തനം നടന്നിട്ടില്ല. വർഷങ്ങളായുള്ള മാവേലിക്കര നഗരത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് ക്രിമിറ്റോറിയം. ഇതോടെ സംസ്കാരത്തിനായി മാവേലിക്കര നഗരത്തിലെ ജനങ്ങൾ സമീപ പട്ടണങ്ങളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. താൽക്കാലികമായി പോർട്ടബിൾ ശ്മശാനം കൊണ്ടുവരണമെന്നാണ് മനുവിന്റെ ആവശ്യം. നഗരസഭ ഇതിനുവേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും മനു അറിയിച്ചു. എന്നിരുന്നാൽ പോലും ബജറ്റ് പുസ്തകത്തിലെ ഒരു താളിൽ കുറിക്കപ്പെടുന്ന കേവലം ഒരു വാക്കായും ഒരു വാഗ്ദാനമായും നമ്മുടെ ശ്മശാനം ഇങ്ങനെ അങ്ങനെ പോവുകയാണ്. ഇതിനൊരു തീരുമാനമുണ്ടാവുന്നില്ല, ഇത് പ്രവർത്തിക്കുന്നില്ല. 1 മാസത്തിനുള്ളിൽ താൽക്കാലികമായി പോർട്ടബിൾ ഫർണസെങ്കിലും വെച്ച് ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ, ക്രിമിറ്റോറിയം തുടർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ 1 മാസത്തിന് ശേഷം ഇതുപോലെയല്ല ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുന്നത് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. യുവാവിന്റെ തിരോധാനം അന്വേഷണം ഊർജിതമാക്കണമെന്ന് ബന്ധുക്കൾ. പത്തനാപുരം സ്വദേശി നിശാന്തിനെയാണ് കഴിഞ്ഞ 6 ദിവസമായി കാണാനില്ലാത്തത്. രാവിലെ വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതാണ് നിശാന്ത്. വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചതായി സംശയിക്കുന്നുവെന്ന് നിശാന്തിന്റെ മാതാവ് പറഞ്ഞു. വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് തന്റെ മകന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന മാതാവിന്റെ സംശയം ബലപ്പെടുത്തുന്ന നിലയിലാണ് CCTV ദൃശ്യങ്ങൾ. 22-ാം തീയതി രാവിലെ പത്തനാപുരത്ത് നിശാന്ത് ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിന് ഏതാനും അടുത്തുവരെ നിശാന്ത് നടന്നെത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. വർക്ക്ഷോപ്പിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന നിശാന്ത് പിന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു. കാണാതായ സ്ഥലത്തെങ്ങും മറ്റ് CCTV ക്യാമറകൾ ഇല്ല എന്നതും ശ്രദ്ധേയം. പത്തനാപുരം നെടുമ്പറമ്പ് 7-ാം വാർഡിൽ പരേതനായ ഗോപിയുടെയും തങ്കമണിയുടെയും ഏകമകനാണ് നിശാന്ത്. കഴിഞ്ഞ 3 വർഷമായി പത്തനാപുരത്തെ പഴയ സഹകരണ ബാങ്കിന് സമീപത്തെ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിലാണ് നിശാന്ത് ജോലി ചെയ്തു വരുന്നത്. 22-ാം തീയതിയും രാവിലെ നിശാന്ത് വർക്ക്ഷോപ്പിലേക്ക് ജോലിക്ക് പോയതാണ്. രാത്രി തിരികെ എത്തിയില്ല. രാത്രി ജോലി ഉണ്ടാകുമെന്നാണ് വീട്ടുകാർ കരുതിയത്. എന്നാൽ അടുത്ത ദിവസം രാവിലെ വർക്ക്ഷോപ്പ് ഉടമ നിശാന്തിനെ തിരക്കി വീട്ടിൽ വന്നു. മുമ്പെങ്ങും ഇല്ലാത്ത നിലയിൽ വീട്ടിൽ വർക്ക്ഷോപ്പ് ഉടമ എത്തിയതിലും ബന്ധുക്കൾക്ക് സംശയമുണ്ട്. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനാപുരം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷ് MP ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം ഊർജിതമാക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്നിറങ്ങി വർക്ക്ഷോപ്പിന് സമീപം വരെ എത്തിയ നിശാന്തിന്റെ CCTV ദൃശ്യങ്ങൾ പകൽ പോലെ വ്യക്തമാകുമ്പോഴും നിമിഷാർത്ഥം കൊണ്ട് അപ്രത്യക്ഷമായ നിശാന്ത് എവിടെ പോയി എന്ന ചോദ്യമാണ് ബന്ധുക്കളും നാട്ടുകാരും ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പട്ടയ വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത്. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് ആദിവാസി നഗറിലാണ് പരിപാടി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ്
രോഹിണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഊരുമൂപ്പൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സുദീപ്, വള്ളികുന്നം ജനമൈത്രി പോലീസ് ASI രാജീവ്, വാർഡംഗം കോമളൻ, കൃഷ്ണപുരം പഞ്ചായത്ത് ഊരുമൂപ്പൻ മനോഹരൻ, ST പ്രമോട്ടർ KJ നിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 5 കുടുംബത്തിലുള്ള പട്ടയ വിതരണവും 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആദരവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണവും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 75-ൽ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച കാര്യമാണ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞത്. 2005-ൽ വളരെ മഹത്തായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, അതോടൊപ്പം മറ്റൊരു നിയമം കൂടെ പാസ്സാക്കിയിരുന്നു, വനാവകാശ നിയമം. വനാവകാശ നിയമം വനത്തിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ വനമായിരുന്നു. എനിക്ക് പോലും ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. നമുക്ക് എഴുതാനും വായിക്കാനും നമുക്ക് മറ്റുള്ള ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇടപഴകാനും സാധിച്ചത്. കാരണം ഇതുപോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു കാലഘട്ടം വരെ നമ്മളെ കൈപിടിച്ച് ഉയർത്തി വന്നതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. ഭൂമി ഉണ്ടായ കാലം മുതലുള്ള അതിൻ്റെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും. ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു എന്നതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളോളം അവകാശമുള്ള ആരും തന്നെ ഈ നാട്ടിൽ മറ്റാരും തന്നെ ഇല്ല. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. പത്തനാപുരത്ത് വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധം ശക്തം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ബ്ലാക്ക് ബാഡ്ജ് ഡേ ആചരിച്ചു. ദുർബലമായ വകുപ്പുകൾ ചുമത്തിയതാണ് പ്രതിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാൻ കാരണമെന്നാണ് ആക്ഷേപം. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് കഴിഞ്ഞ ദിവസം ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വനിതാ ഡോക്ടറെ ആശുപത്രിയിൽ അതിക്രമിച്ചു കടന്ന് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. പോലീസ് അനാസ്ഥയാണ് ജാമ്യം ലഭിക്കാൻ ഇടയായതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടന ഇടപെടുകയും ബന്ധുക്കൾ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തതോടെ തിങ്കളാഴ്ച ഡോക്ടറുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇത് അഡീഷണൽ സ്റ്റേറ്റ്മെന്റായി കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്ക് നേരെ അതിക്രമം നടന്നത്. സംഭവത്തിൽ പത്തനാപുരം കുണ്ടയം ആലവിള സൽദാൻ മൻസിലിൽ സൽദാൻ അറസ്റ്റിലായിരുന്നു. ഞായറാഴ്ച മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യവും അനുവദിച്ചു. ദുർബലമായ വകുപ്പുകൾ ചുമത്തിയതാണ് പ്രതിക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാൻ കാരണമായതെന്നാണ് ആക്ഷേപം. സംഭവം വിവാദമാവുകയും ശക്തമായ നടപടിക്ക് പോലീസ് സമ്മർദ്ദമേറുകയും ചെയ്തതോടെയാണ് ഡോക്ടറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. ഇതേസമയം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗങ്ങൾ ചൊവ്വാഴ്ച ബ്ലാക്ക് ബാഡ്ജ് ഡേ ആചരിച്ചിരുന്നു. സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അക്രമിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ യാത്രാ ദുരിതമേറുന്നു. മഴയെ തുടർന്ന് റോഡിലുണ്ടായ കുഴികളാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പാകിയ ഇന്റർലോക്ക് ടൈലുകൾ ഇളകി മാറിയതാണ് ദുരിതത്തിന് കാരണം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ യാത്രയാണ് ദുരിതം സമ്മാനിക്കുന്നത്. കാലവർഷത്തിൽ തകർന്ന കുഴികളാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരേപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർലോക്ക് ചെയ്ത ടൈലുകൾ ഇളകിമാറി മിക്കയിടത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വലിയ വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. വാളക്കോട് വലിയ വളവിന് സമീപവും കലയനാട് അടിപ്പാതയ്ക്ക് സമീപവും വാളക്കോട് പെട്രോൾ പമ്പിന് സമീപവും വാളക്കോട് മേൽപ്പാലത്തിന് സമീപവും ഇതാണ് സ്ഥിതി. ഇരുചക്ര വാഹനങ്ങൾ ഇത്തരത്തിൽ കുഴിയിലകപ്പെട്ടാൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. റോഡുകൾക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ ഇത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് പ്രദേശവാസികളും പറയുന്നു. റോഡ് നവീകരിക്കാൻ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശബരിമലയിലേക്കുള്ള നിറപുത്തരി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നിറപുത്തരി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. ദേവസ്വം ഭാരവാഹികളും ക്ഷേത്ര ഭരണസമിതിയും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. ശബരിമലയിലേക്കുള്ള നിറപുത്തരി നെൽക്കതിൽ ഘോഷയാത്രയ്ക്കാണ് പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകിയത്. ദേവസ്വം ഭാരവാഹികളുടെയും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു.
അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. പമ്പയിലും ഗണപതി അമ്പലത്തിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് ശബരിമല സന്നിധാനത്ത് നിറപുത്തരി ഭഗവാന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPI കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെ കൊല്ലത്താണ് സമ്മേളനം നടക്കുന്നത്. ജൂലൈ 30, 31, ആഗസ്റ്റ് 1, 2, 3 തീയതികളിലായി കൊല്ലത്ത് നടക്കുന്ന CPI കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഖനനം കടലിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരിക്കലും മാറ്റാൻ പാടില്ല. കമ്പിത്തപ്പാൽ മാറ്റാൻ പാടില്ല. നാട്ടിന്റെ പൊതുമേഖല എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പൊതുമേഖലയിൽ തന്നെ വേണം. അതാണ് തീരുമാനം. അങ്ങനെ തീരുമാനിച്ചു പോയെങ്കിലും അത് അതുപോലെ നടന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് വെള്ളം ചേർക്കലുണ്ടായി. എന്നാൽ ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവർ ബ്രിട്ടീഷുകാരൻ പണ്ട് നടത്തിയിരിക്കുന്ന ജോലി ഇപ്പൊ ചെയ്യാം. അവർ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് ആരോടാ താല്പര്യം? വൻകിട മുതലാളിമാരോട്. അവർക്ക് എന്ത് വേണം? നമ്മുടെ നാടിന്റെ സമ്പത്തെല്ലാം വേണം. അതെങ്ങനെ കൊടുക്കും? ആ കൊടുക്കാനുള്ള വഴിയാ നോക്കുന്നത്. ഈ ആഴക്കടൽ മീൻപിടുത്തത്തെ കുറിച്ച് നേരത്തെ നമ്മൾ ഒരുപാട് തർക്കിച്ചില്ലേ? ആ ആഴക്കൽ മീൻപിടുത്തം പോയിട്ട് ഇപ്പൊ മണലെടുക്കുക. മണലെന്ന് പറഞ്ഞാൽ വെറുതെ മണലെടുക്കാനില്ല, നമ്മുടെ പ്രകൃതിയെ തകിടം മറിക്കും. മാത്രമല്ല, ഗവൺമെന്റ് പുതിയ തീരുമാനം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ഈ കടൽ തീരങ്ങളില്ലേ, ആ കടൽ തീരങ്ങൾ മുതലാളിമാർക്ക് എത്ര പ്രദേശം എന്നതിന്റെ പേരിൽ മുതലാളിമാർക്ക് ലേലത്തിൽ കൊടുക്കും. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ സെമിനാറിൽ മോഡറേറ്റർ ആയിരുന്നു. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് വിഷയാവതരണം നടത്തി. കൊല്ലം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്, CPIM സംസ്ഥാന കൗൺസിൽ അംഗം K. വരദരാജൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, അഡ്വക്കേറ്റ് MS. താര, KS. ഇന്ദുശേഖരൻ നായർ, I. ഷിഹാബ്, CPI കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻ ലാലി, ഓച്ചിറ മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തിക്കും. പാസ്പോർട്ടും വിസയും റദ്ദാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുന്ന മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ബന്ധുക്കൾ. യുവാവിന്റെ തിരോധാനം അന്വേഷണം ഊർജിതമാക്കണമെന്ന് ബന്ധുക്കൾ. പത്തനാപുരം സ്വദേശി നിശാന്തിനെയാണ് കഴിഞ്ഞ 6 ദിവസമായി കാണാനില്ലാത്തത്. പുനലൂർ നഗരസഭയിൽ ഇലക്ട്രോണിക് മാലിന്യ ശേഖരണത്തിന് തുടക്കം. 44 ഇനം ഇ മാലിന്യമാണ് ശേഖരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ഈ മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. കൊല്ലം നിലമേലിൽ തെരുവനായ ആക്രമണം. 4 പേർക്ക് പരിക്ക്. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കുമാണ് നായയുടെ കടിയേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.